ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അടുക്കി പറക്കി വെക്കുന്നത് ഏറ്റവും വലിയ തലവേദന പിടിച്ച പണിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ആ സമയത്ത് കൈ ഒഴിവില്ലാത്തതുകൊണ്ട് ആ ഒരു കെട്ടോട് കൂടി തന്നെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റി. കാരണം ഇതൊക്കെ ചെയ്ത് അടുക്കി പറക്കി വെക്കണമെങ്കിൽ കുറേ സമയം വേണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്കാണ് കേട്ടോ ഞാൻ പുറത്തെടുത്തിട്ട് ഇതെല്ലാം മുറത്തിലേക്ക് തട്ടി കൊടുക്കുവാണേ. ഇതെന്ന് പറയുന്നത് 99 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു കിറ്റാണ്. നമുക്കിവിടെ അടുത്തൊരു മാർജിൻ ഫ്രീ ഉണ്ട്. അവിടെ 99 രൂപയ്ക്കും കിറ്റുണ്ട്, 150 രൂപയ്ക്കും കിറ്റുണ്ട്. പക്ഷെ നമുക്ക് ഈ 99 രൂപയുടെ കിറ്റ് തന്നെ ധാരാളം. ഞങ്ങൾ വീട്ടിൽ 4 പേരാണുള്ളത്. അപ്പോൾ ഇടയ്ക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അഡീഷണൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ പച്ചക്കറി കിട്ടുമോ? പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയുടെ കിറ്റാണ് കിട്ടുന്നതെന്നൊക്കെ കമൻറ്റിലൊന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നേ. ഇനി നമുക്കിതെല്ലാം തരം തിരിച്ച് വെക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ കിഴങ്ങും സവാളയൊക്കെ ഇട്ട് തരും. ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ട് തരും കേട്ടോ. ചില കടകളിൽ പോയാൽ ഒരു പിടി ചുവന്നുള്ളി വരെ ഇട്ട് തരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇട്ട് തരത്തില്ല. ചില സ്ഥലത്തൊക്കെ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് ഇട്ട് തരും. ഇപ്പോൾ സവാളയും കിഴങ്ങും ഒക്കെ ഞാനിങ്ങനെ തരം തിരിച്ച് വെക്കുവാണ്. കാരണം അതെന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. അടുക്കളയിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡുണ്ട്, ഒരു തട്ടുണ്ട്. അതിനകത്താണ് ചുവന്നുള്ളി അതുപോലെ സവാള ഉരുളക്കിഴങ്ങെല്ലാം ഇടുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ളത് കുറേ വെട്ടുമലക്കറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനകത്ത് പടവലങ്ങയുണ്ട്, പിന്നെ ചൊരക്കയുണ്ട്, ചേനയുണ്ട്, പിന്നെ ഈ സാധനത്തിൻ്റെ പേര് സുനാമി എന്നാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേര്. പിന്നെ തടിയങ്ക ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്. ഇതിനകത്ത് വെള്ളരിക്ക ഉണ്ടായിരുന്നു. അതെനിക്ക് ഉച്ചയ്ക്ക് ഞാൻ എടുത്തായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് ചപ്പാത്തിക്ക് വെജിറ്റബിൾ കറി കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനതങ്ങ് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ 2 കത്തിരിക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ 3 കായുണ്ട്. പിന്നെ കുറേ അലുകുലത്തായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക, അതുപോലെ തന്നെ അമരയ്ക്ക. ഇവരിഷ്ടം പോലെ തരുന്നത് അമരയ്ക്കയാണ് കേട്ടോ. ഈ നാട്ടിൽ എന്തോരം അമരയ്ക്ക കൃഷി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ മുറ്റിയതും കാണും, മുറ്റാത്തതും കാണും. ഏറ്റവും തീർക്കാൻ പാടുള്ളതും അമരയ്ക്കയാണ്. പിന്നെ അതൊക്കെ പല രീതിയിലൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങ് ചിലവാകുമേ. ചിലപ്പോൾ തീയിൽ വെക്കുമ്പോൾ പോലും ഞാൻ അതിനകത്ത് കുറച്ച് അമരയ്ക്കയൊക്കെ കട്ട് ചെയ്തിടാറുണ്ട്. സംഭവം എങ്ങനെയെങ്കിലും തീരണ്ടേ. ഇതുപോലെ ആയിരിക്കും കേട്ടോ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പിന്നെ ദേ ഒരു മുരിങ്ങയ്ക്കയും കൂടെ തന്നിട്ടുണ്ട്. എന്തോ ദയവ് തോന്നി തന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു മുരിങ്ങയ്ക്ക. പിന്നെ ഒരു 1 1/2 പിടിയോളം പച്ചമുളകും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴും ഈ വെട്ടുമലക്കറികളാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. പെട്ടെന്ന് ചീത്തയായി പോകുന്നതും ഇതൊക്കെയാണ്. ഈ ഒരു വെള്ളരിക്കയും പടവലങ്ങയും അങ്ങനത്തതൊക്കെ. ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത് ചേനയും ബീറ്റ്റൂട്ടുമാണ് കേട്ടോ. കാരണം അതാണ് കുറച്ച് ദിവസം കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അവിയലും ഒരു സാമ്പാറും വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെട്ടുമലക്കറിയൊക്കെ അങ്ങ് തീർന്നു പോകും. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മുടെ അടുക്കളയിൽ ഒരു തട്ടിനകത്ത് ഇടുവാണ്. അതുപോലെ തന്നെ സവോളയും ഈ ഒരു തട്ടിനകത്ത് ഇടുവാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ തരംതിരിച്ച് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെച്ച് കഴിയുമ്പോഴേ നമുക്ക് സമാധാനമുള്ളത് കേട്ടോ. 2 തക്കാളിയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മത്തങ്ങയുടെയൊക്കെ ഉള്ളിലെ ആ കുരുവും പിന്നെ ആ ഒരു കാമ്പില്ലേ, ആ ഒരു ഭാഗവും നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ദിവസം കൂടിയൊക്കെ ഇരിക്കും. ഇതിപ്പം ഞാൻ എന്തായാലും ഒരു ഒത്തിരി ദിവസമൊന്നും വെക്കുന്നില്ല. കാരണം ഈ മത്തങ്ങ തന്നെയാണ് കേട്ടോ ഞാൻ നാളെ എടുക്കാൻ പോകുന്നത്. നാളെ രാവിലെ മോൾക്ക് സ്കൂളിൽ കൊടുത്തു വിടണം. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വൻപയറോ ചെറുപയറോ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടുകറിയും കൂടി ആവും. പിന്നെ ഇതേപോലത്തെ ഒരു ബോക്സ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഏകദേശം ഒരു ഷീറ്റൊക്കെ ഇട്ടാൽ മതിയേ. പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ട്. അതുകൊണ്ട് അത് തുടച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ തക്കാളിയൊക്കെ നമ്മൾ ഇതേപോലെ കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകത്തില്ല, അഴുകി പോകത്തില്ല. ഇതിപ്പം ഒരുപാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ 2 തക്കാളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കായും കൂടെ വെച്ച് കൊടുക്കണം. കുറച്ച് കടലമാവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇതൊരു ബജിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി പലഹാരത്തിനൊക്കെ എടുക്കാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വറുത്ത് കൊടുക്കാനും നല്ലതാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ആ ഒരു മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ടിഷ്യൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒരു ഷീറ്റ് ടിഷ്യൂ ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഈ ഒരു
പച്ചക്കറി അടുക്കി വെക്കുന്നതെന്ന് പറയുന്നത് അമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലി എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് സാവകാശം വേണം. നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വാരി വലിച്ച് ഇട്ടിട്ട് പോയാൽ ഡൈനിങ് ടേബിളിൻ്റെ പുറവും ആകെപ്പാടെ വൃത്തികേടാവും. പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട് കുറ്റീച്ചയൊക്കെ വരികയും ചെയ്യും. പിന്നെ ഇതുപോലെ വെണ്ടക്കയുടെയൊക്കെ ഒരു മുകൾ ഭാഗം നെട്ട് ഭാഗം കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മുറ്റി പോകത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പരിപാടിയും അവർ കാണിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ മുറ്റിയ വെണ്ടക്കകളും കൂടെ വരും. ചെറുതായിട്ട് മുറ്റിയതൊക്കെ ആണെങ്കിൽ ഞാൻ സാമ്പാറിലും അതുപോലെ തന്നെ തീയലിനൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ നല്ലോണം മുറ്റിപ്പോയെങ്കിൽ നമുക്കത് ഒന്നിനും കൊള്ളത്തില്ല. ഒന്ന് വെക്കുന്ന കറി തന്നെ ചീത്തയായി പോവും. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ടിഷ്യൂവും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ വെജിറ്റബിൾ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് അതിനകത്ത് കയറി വാങ്ങിക്കാമേ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് മേടിച്ചത്. അതിൽ കൂടുതലുള്ള സെറ്റുള്ളതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നീറ്റായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. പച്ചമുളക് നമ്മളിടുമ്പം എപ്പോഴും ഇതുപോലെ ഞെടുപ്പ് കളഞ്ഞിട്ട് വെക്കണം. അതാണ് ഏറ്റവും നല്ലത്. അത് പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാനും പഴുത്തു പോകാതിരിക്കാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ ആ പച്ചമുളകിൻ്റെ പരിപാടിയും ഏകദേശമൊക്കെ കഴിയാറായി വരുന്നുണ്ട്. ഇനി ഇത്രയും കൂടെ നമുക്ക് നെട്ട് കളഞ്ഞിട്ട് വെക്കണം. പിന്നെ കുട്ടികൾക്കൊക്കെ സമയമുണ്ടെങ്കിൽ അവരോടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് തരും. അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. ഈ പച്ചമുളകിൻ്റെ നെട്ട് കളയുന്ന ജോലിയൊന്നും കഴിവതും അവരുടെ അടുത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എരിവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളല്ലേ അറിയാതെ കണ്ണിലൊക്കെ വെച്ച് തേക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അത് ആകപ്പാടെ പ്രശ്നമാവും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓളെന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിയാറായി. ഇനി അടുത്തത് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് കഴുകിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചിട്ടെടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് അതിലാണ് നമ്മുടെ ഈ വെട്ട് പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും ഇതുപോലെ ഈ വെട്ട് മലക്കറി കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ നാത്തൂനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ അങ്ങ് ഇതുപോലൊന്നും കിട്ടത്തില്ല എന്ന്. പക്ഷേ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സഹായമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്കാണെങ്കിൽ ഓരോ പച്ചക്കറികളും മാത്രമായിട്ട് എടുക്കാം. ഇതിപ്പം ഈ ഒരു ക്യാബേജ് ഉള്ളത് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് തോരനൊക്കെ തികയും. ഒരു സവാളയും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 2-3 അമരക്കയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരത്തേക്കുള്ള കറിക്കുള്ളതാവേ. പിന്നെ 2 നേരമൊക്കെ നമ്മൾ പച്ചക്കറി ചോറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് കഴിക്കുന്നത്. രാത്രിയിലത്തേക്ക് ഇവിടെ എന്നും കാപ്പിയാണ്. അപ്പം ഇത് നമുക്ക് ധാരാളം തികയും. പിന്നെ ഈ ഒരു ക്ലിംഗ് റാപ്പ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അതിനകത്ത് ഇട്ടാലും മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് പഫ്സൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഇതേപോലെ ഒരു സിൽവർ ഒരു കവറുണ്ടല്ലോ അതല്ല ഈ പൊരിപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു സിൽവർ കവറൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ ഒന്ന് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി അതിനകത്തൊക്കെ തുടച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമരക്കയും എല്ലാം ഇതുപോലെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്തങ്ങ കവർ ചെയ്തൊന്നും വെച്ചിട്ടില്ല. നാളെ എടുക്കാനുള്ളതായതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.